ഒരു ദിവസം കൂടി കൂടുതൽ അവധി കിട്ടിയ കാരണം നമ്മുടെ മക്കൾക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ. അച്ചിക്കുട്ടൻ ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ അടുക്കളയിലോട്ട് വന്നിട്ടില്ല. കുറച്ച് നേരം അവിടെ ഹോളിലൊക്കെ വന്ന് കിടന്ന് ആ ഉറക്കത്തിൻ്റെ ക്ഷീണമെല്ലാം മാറിയിട്ടേ പിന്നെ എൻ്റെ അടുത്തോട്ട് വരുവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് എഴുന്നേറ്റപ്പോൾ സമയം 7 മണിയായി. തലേദിവസം രാവിലെ എഴുന്നേൽക്കണം, മുറ്റം തൂക്കണം എന്നൊക്കെ വിചാരിച്ച് കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിന്ന് എഴുന്നേറ്റത് ലേറ്റായിപ്പോയി. ഞാൻ സമയം നോക്കിയപ്പോൾ 7 മണിയായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ അച്ചുക്കുട്ടൻ ഇന്ന് പോകണമല്ലോ എന്ന്. തലേദിവസമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും കൂടെ. ഇടിയപ്പത്തിന് നമ്മൾ കുഴച്ചൊക്കെ എടുത്ത് റെഡിയായി വരണമല്ലോ. പുട്ടൊക്കെ ആണെങ്കിൽ എളുപ്പമാകും, പക്ഷേ ഇത് പറഞ്ഞേക്കുന്നത് കൊണ്ട് അത് തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. പിന്നെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഒരടപ്പത്ത് ചായയും വെച്ച്, ഒരടപ്പത്ത് ഇടിയപ്പം കുഴയ്ക്കാനായിട്ടുള്ള വെള്ളവും വെച്ച്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ എടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാൻ പൊടിയുടെ അകത്താണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്ന. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് ഉപ്പിട്ടാൽ മതിയെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, പൊടി ആ പൊടിയുടെ കൂട്ടത്തിൽ തന്നെ ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും ആളെൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓരോന്നൊക്കെ ചോദിച്ച് ചായയൊക്കെ അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടോ അമ്മ എന്നും ചോദിച്ചുകൊണ്ട് വന്നു. പിന്നെ ചായ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പാല് നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് അച്ചിക്കുട്ടന് നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചൂട് ഫുള്ളായിട്ട് ആറിയെങ്കിൽ മാത്രമേ അവൻ കുടിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചായ അവിടെ എടുത്തിട്ട് റെഡിയാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ആളവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയേ ഉള്ളൂ. ഒരു ദിവസം കൂടുതൽ കിട്ടിയതാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു മടിയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് കറി റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 2 സവാളയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ അതങ്ങനെ നല്ല കടുപ്പത്തിലാണ് കേട്ടോ ഒരു ചായ ഇട്ട് കുടിക്കുന്നത്. രാവിലെ എന്താണെന്നറിയത്തില്ല, പാലൂട്ടി ഒരു ചായ കുടിച്ച് ഉഷാറായില്ലെങ്കിൽ പിന്നെ ആ ദിവസം പോക്കാണ്ടോ. അപ്പോഴത്തേക്കും ഞാൻ നല്ലതുപോലെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം. ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. നമ്മളിവിടെ വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ച് ഒരെണ്ണം നല്ലതായിരുന്നു, പക്ഷേ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇതിനിങ്ങനെ നമ്മളത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ്. ഒരു ടൈറ്റ് കണക്ക് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സുഖമായിരുന്നു, ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്പുക്കുട്ടനെ കളിക്കാനായിട്ടൊന്ന് കൊടുത്തായിരുന്നു. ഒരു ദിവസമേ കളിക്കാൻ കൊടുത്തുള്ളൂ. പിന്നെ അത് തിരിച്ച് കിട്ടിയത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, തുറക്കാനേ പറ്റാത്ത ഒരു ഇതിലായി പോയിട്ടോ. പിന്നെ ഞാനത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് കാരണം പിന്നെ അത് മാറ്റി വെച്ചു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇത് നമ്മൾ ടൈറ്റ് ചെയ്തത് അവിടെ അങ്ങനെ ഇരിക്കും, ടൈറ്റ് ചെയ്തില്ലെങ്കിലോ അനങ്ങത്തില്ല. ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലോട്ട് തേങ്ങയൊക്കെ ഇട്ട്. ഇവിടെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി അത് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. മിക്കപ്പോഴും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കാറുണ്ടോ എന്ന്. നമ്മളങ്ങനെ തേങ്ങയൊക്കെ ചേർത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇടിയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം കേട്ടോ. കങ്കയോ? കങ്ക കഴിഞ്ഞു, സൺഡേ കഴിഞ്ഞു, മൺഡേ കഴിഞ്ഞു, ഇന്ന് ട്യൂസ്ഡേ, ഇന്ന് പോണം കേട്ടോ. കേട്ടാ, നല്ല കുട്ടിയല്ലേ. അമ്പക്കുട്ടന് അംഗനവാടിയിലാണ് പോണെങ്കിലും ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. അവൻ നോക്കുമ്പോൾ 2 ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണോ എന്നാണ് ആ ചോദിച്ചത്. അപ്പോൾ സൺഡേ അല്ല, ഇന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു. വഴക്കൊന്നുമില്ല, കുറച്ച് നേരം ഒരു മടി കാണിക്കും. പിന്നെ നമ്മൾ പറഞ്ഞൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും കരയണത് കണ്ടാലേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ ഇടിയപ്പം അവിടെ ഫുള്ളായിട്ട് അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് കറി വെക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ആദ്യം നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴാണ് ഈ മസാലയൊക്കെ ചേർക്കുന്നത്. ചില ഗ്രീൻ പീസ് ഭയങ്കരമായിട്ടും വേഗം താമസിക്കും. അത് കഴിഞ്ഞ് നമ്മളത് അച്ചിക്കുട്ടനെ ഒരുക്കി ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി സ്കൂളിൽ വിട്ട് ശേഷമുള്ളതാണ് കേട്ടോ. എനിക്ക് അച്ചിക്കുട്ടൻ പോകണമെന്നൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. അച്ചിക്കുട്ടന് ധൃതിയായിരിക്കും. പിന്നെ ധൃതിയുടെ കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അവന് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അവനെ ദേഷ്യം കയറ്റണ്ടെന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിൽ അവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തൂത്തുവാരും ആട്ടോ. ഇനിയിപ്പോൾ തൂത്തൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക്
നമ്മുടെ അമ്പാടീനെയും കല്ലൂനെയൊക്കെ കുളിച്ച് പിന്നെ എനിക്കും കുളിച്ചിട്ടൊക്കെ വേണം ഒന്ന് അമ്പലത്തിൽ പോകണം. കർക്കിടക മാസമാണല്ലോ, അപ്പോൾ എല്ലാ ദിവസമൊന്നും എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പോകണമെന്ന് വിചാരിക്കും. പിന്നെ ഇനിയിപ്പോൾ മുടക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ. 8 ദിവസം അങ്ങനെ അവധിയായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു കർക്കിടക മാസമല്ലേ, എന്തായാലും ഒന്ന് പോയി തൊഴാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മുടെ അമ്പുക്കുട്ടനെ ഇനി അംഗനവാടി കൊണ്ടാക്കണം കേട്ടോ. സമയം ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ടേ. 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്കപ്പോഴും കൊണ്ടേ ആക്കാറെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ വന്ന് തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ ആദ്യമേ ചെല്ലുമ്പോൾ ആൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ എനിക്കും സങ്കടം വരും. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന കാറൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഒരു ബഹളമായിരുന്നു. പിന്നെ അതൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് ബാഗിൽ വെച്ചിട്ടുണ്ട്. അകത്തോട്ട് എടുക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ വേറെ പിള്ളേർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കും പിന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ തിരിച്ച് പോരുമ്പോൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ബാഗിലെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അമ്പുക്കുട്ടനെ കൊണ്ടാക്കിയിട്ട് വേണം പിന്നെ നിമോഷന് പോവാനായിട്ട് ജോലിക്ക്. അപ്പോൾ ഈ സമയത്ത് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കല്ലുമോൾ ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ഇനി പറഞ്ഞു കൊടുത്തൊക്കെ നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ. അംഗനവാടിയിൽ ഇനി ആക്കിയിട്ട് വേണം എനിക്കും വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ചെരുപ്പ് ഈ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, കല്ലുമോക്ക് ചെരുപ്പ് എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറയുന്ന ചെരുപ്പ് അമ്പാടി എടുത്തില്ല കേട്ടോ. അവൻ പറയുന്ന ചെരുപ്പ് അവൻ ഇടത്തുള്ളൂ. ഞാൻ പറഞ്ഞതാണ് ആ ഫ്രണ്ടിൽ ഇരിക്കണ പച്ചച്ചെരുപ്പ് എടുത്തിട്ടാൽ മതി എന്ന്. എമ്മൻ ചെയ്ത് അനുസരിക്കത്തില്ല. അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെരുപ്പുണ്ട്, ആ ചെരുപ്പ് അവൻ ഇടണമെന്നാണ് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ അംഗനവാടിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ സമയത്ത് അംഗനവാടിയിൽ ഇപ്പോൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചെന്നാൽ അവിടെ പുതിയതായിട്ട് വരുന്ന പിള്ളേർ ആരെങ്കിലുമൊക്കെ കരച്ചിലുണ്ടാകും. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്ക് ചെറിയൊരു സങ്കടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അംഗനവാടിയിലാക്കി ടീച്ചറിനോട് പറഞ്ഞ് ടാറ്റ ബൈ ഒക്കെ പോന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ പോന്നപ്പോൾ കാറ് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ.